രാജാധികാരത്തിന്റെ എല്ലാ ശക്തികളെയും ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ അയാളുടെ കുടിലിൽ ചെറുത്തു നിൽക്കും. അത് ദുർബലമായിരിക്കാം. അതിന്റെ മേൽക്കൂര ഇളകിയേക്കാം. കാറ്റതിലൂടെ വീശിയടിച്ചേക്കാം. മഴയതിലൂടെ പെയ്തിറങ്ങാം. പക്ഷെ ഇംഗ്ലണ്ടിലെ രാജാവിന് അതിലൂടെ പ്രവേശിക്കാനാകില്ല. ആ ജീർണിച്ച കുടിലിന്റെ ഉമ്മറപ്പടി കടക്കാൻ അയാളുടെ മുഴുവൻ സൈന്യവും ധൈര്യപ്പെടില്ല. അതങ്ങനെയാണ് ആ രാജാവിന് നിയമത്തിന്റെ ന്യായീകരണം ഇല്ലാത്തിടത്തോളം. 1964 ലോർഡ് ഡെന്നിങ്ങിന്റെ പ്രശസ്തമായ വിധിയിലെ വാചകങ്ങളാണ്. അതൊരിക്കൽ കൂടി ഉപയോഗിച്ചത് ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ്. കയ്യടികൾക്കായി കയ്യൂക്കിന്റെ വ്യാജനീതി നിർമ്മിച്ചെടുക്കുന്ന ബുൾഡോസർ രാജ് നിരോധിച്ചുകൊണ്ട് രാജ്യമാർജിച്ചെടുത്ത നീതിബോധത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കടക്കൽ കത്തിവെച്ചാണ് സംഘപരിവാർ സർക്കാരുകൾ ബുൾഡോസർ രാജ് തുടങ്ങിയത്. അത്രത്തോളം സമീകരിക്കാനാകില്ല എങ്കിലും കർണാടകയിലും കണ്ടത് ഭരണകൂട ഭീകരതയുടെ കയ്യൂക്ക് തന്നെയാണ്. ഇടിച്ചു നിരപ്പാക്കിയ കൂരകളുടെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ ഹൃദയം നിലച്ചു നിൽക്കുന്നവരുടെ വർഗം ഒരു വിഷയമാണ്. പാഠപുസ്തകങ്ങളും തിരിച്ചറിയൽ രേഖകളും അവർക്ക് നഷ്ടപ്പെട്ടോട്ടെ എന്ന് കരുതി ബുൾഡോസർ ഇറക്കിയത് ആ വർഗത്തിനു വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന വരേണ്യ അധികാരഭാവത്തിൽ നിന്നാണ്. UPO മാതൃക ഇതാണ് ചോദ്യം.